ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വയനാട് പോവുകയാണ്. പെരുന്നാൾ ട്രിപ്പായിട്ടാണ് പോകുന്നത്. വയനാട്ടിൽ ഏതൊക്കെ പ്ലേസൊക്കെയാണ് പോകണമെന്നുള്ളത് എനിക്കറിയില്ല. ബിക്കോസ് സിസ്റ്റർ ആൻഡ് സിസ്റ്ററിൻ്റെയാണ് അതൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര എനിക്കിഷ്ടമാണ് ട്രിപ്പ് പോകുന്നത്. ബട്ട് എൻ്റെ ഹെൽത്ത് അത്രയ്ക്ക് നല്ലതായിരുന്നില്ല. ബിക്കോസ് ഈദ് കഴിഞ്ഞ് അടുത്ത ഡേ തന്നെ എനിക്ക് വയറുവേദന, പനി, ഗ്യാസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോഴും അത് ഫുള്ളായിട്ട് റിക്കവർ ആയിട്ടില്ല. ബട്ട് കുഴപ്പമില്ല. ഈ വീട്ടിലത്തെ ഹോംലി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഒക്കെ ഒന്ന് റെഡി ആവാമെന്ന് ഞാൻ വിചാരിച്ച് നിൽക്കുന്നു. ബട്ട് പോവേണ്ടി വന്നു. അപ്പോൾ ഓഫ്കോഴ്സ് പോകണമല്ലോ, ഞാൻ മാത്രം ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ പോവാണ്. സോ ഐ ഹോപ്പ് ഐ ഗെറ്റ് ഗുഡ് ഫുഡ് ആൻഡ് ഹെൽത്തി ഫുഡ്. നമുക്ക് പോവല്ലേ, വലിയ ലേറ്റ് ഇല്ലല്ലേ, 4 സാറില്ല. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. സോ ഇതൊരു കാർഡിഗണാണ് ആൻഡ് ഇത് ഈദിൻ്റെ സ്കേർട്ട് ആൻഡ് ഇറ്റ്സ് ക്യൂട്ട് റൈറ്റ്. എനിക്ക് കുറച്ച് എൻ്റെ ബാഗും കൂടി എടുക്കണം. അത് കുറച്ചും കൂടി സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു ഷൂ ആണ് ഞാൻ ഇടാൻ പോണത്. ഇത് ഇപ്പോഴത്തെ ഞാൻ പർച്ചേസ് ചെയ്തതാണ്. ഞാൻ ആക്ച്വലി ഇത് ഇതിന് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ഞാൻ വന്നപ്പോഴത്തേനും ഇവിടെ പ്ലാൻ മാറ്റിയിട്ടുണ്ട്. കോഴിക്കോട് കണ്ടൽക്കാടിലാണ് പോണത് എന്നാണ് പറയുന്നത്. നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? കോഴിക്കോട്. അതല്ല, ഫുഡ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞാനൊരു വെള്ളപ്പവും മീൻകറിയാണ് വാങ്ങിയിട്ടുള്ളത്. ഇവിടെ പുട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഫുഡ് അത്രയ്ക്ക് ഇഷ്ടമായില്ല. ബിക്കോസ് അവരെപ്പോഴും ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ആകെ ഉണങ്ങി പിടിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ കടലുണ്ടി കായലിലാണ് എത്തിയിട്ടുള്ളത്. വ്ലോഗ് ഇവർ കായലിന് കടക്ക കളക്ട് ചെയ്തിട്ട് അത് വിൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. ഇനി കടലുണ്ടി കായലിലൂടെ പോകാനും കണ്ടൽക്കാട് കാണാനുമായിട്ട് ഈ ബോട്ടിലാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്. ആ കാണുന്നതാണ് കണ്ടൽക്കാട്. നമ്മൾ ഫസ്റ്റ് വേറെ പ്ലേസിലേക്ക് പോയിട്ട് അതിൻ്റെ അടുത്തേക്ക് പോകും കേട്ടോ. ഈ പാലത്തിൻ്റെ അടിയിൽ നമ്മൾ കാണുന്നതാണ് ഓയിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ചെറിയ കാറ്റൊക്കെ ഉണ്ടായതുകൊണ്ട് വലിയ ചൂടൊന്നും അപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ പോക്കിൽ കുറേ കൊക്കിനെ കണ്ടു. കൊക്കൊക്കെ മീൻ പിടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഒരുപാട് മീൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഡോൾഫിൻ്റെ പോലെ ഇങ്ങനെ ചാടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കണ്ടൽക്കാടിലെത്തിക്കുകയാണ്. ഇവ കൂടുതലായിട്ടും കായലുകളിലും അഴിമുഖങ്ങളിലൊക്കെയാണ് ഉണ്ടാവാറ്. പുഴയും കടലും ചേർന്നിടത്തുള്ള ഉപ്പുകലർന്ന പ്രദേശത്താണ് ഈ ഒരു കണ്ടൽക്കാട് കണ്ടുവരുന്നത്. ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ ഇതാണ് ഉപ്പൂറ്റി കണ്ടൽ കേട്ടോ. ഇത് കണ്ടൽക്കാടിന്റെ വിത്തുകളാണെന്നാണ് പറയുന്നത്. ഇതാണ് ഉപ്പൂറ്റി കണ്ടലിന്റെ ചെടി. ഇതില് ദുപ്പാണ് കേട്ടോ. ബാക്കിലുള്ളതാണ് ഇതൊക്കെ പറഞ്ഞത്. പാലത്തിന്റെ അപ്പുറം മലപ്പുറവും ഇപ്പുറം കാലിക്കറ്റ് ആണെന്നാണ് ഇവർ പറഞ്ഞിരുന്നത് കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ
ഞങ്ങൾ വേലിയേറ്റം കണ്ടു, കണ്ടൽക്കാട് കണ്ടു. ഇപ്പം ഞങ്ങൾ നല്ല ചൂടായതുകൊണ്ട് എന്തെങ്കിലും വെള്ളം കുടിക്കാൻ പോവാം. ഒരു ചെറിയ ഷോപ്പുണ്ട് അവിടെ, അപ്പോൾ അങ്ങോട്ട് പോവാം. അതിനുശേഷം ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പാരഗണിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈ ഹോട്ടലെന്ന് പറയുന്നത് ഭയങ്കര പോപ്പുലറാണ്, ഒരുപാട് തിരക്കുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ അവിടെ പോയതിന് ശേഷം പേര് കൊടുക്കണം. അപ്പോൾ ഓരോരുത്തരെ വന്നതിന് അനുസരിച്ച് അവർ വിളിക്കുകയാണ് ചെയ്യുന്നത്. അതിനൊരു റീസണും കൂടി ഉണ്ട്. അവിടെ ഫുഡ് തന്നെയാണ്, നല്ലൊരു ടേസ്റ്റി ഫുഡ് തന്നെയാണ് കേട്ടോ. നമ്മളെടുക്കാൻ പോണത് കാലിക്കറ്റ് വന്നാൽ പിന്നെ ഹൈലൈറ്റ് മാൾ കയറുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഹൈലൈറ്റ് മാളിൽ സ്റ്റുഡിയോയിലാണ് ഞാൻ പിന്നെ പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് കുറേ സാധനങ്ങൾ വാങ്ങി. പിന്നെ ഫുഡ് കോർട്ടിൽ ചെന്നിട്ട് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഈ ചൂടൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ബീച്ചിൽ ഇറങ്ങി കളിക്കാൻ തീരുമാനിച്ചു. കുറേ കാലമായി ഞാൻ ബീച്ചിൽ കളിച്ചിട്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും റൈറ്റ് ടൈമാണ്. ബീച്ചിലിപ്പോൾ വന്നാലും ജസ്റ്റ് ഇങ്ങനെ കണ്ടിരിക്കുകയുണ്ടായിരുന്നുള്ളൂ. ചെറുപ്പത്തിലൊക്കെ എപ്പോഴും ബീച്ചിൽ ഇറങ്ങും. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഇറങ്ങി. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വ്ളോഗ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.